ഓസ്ട്രേലിയക്കെതിരായ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര വലിയ തകർച്ച നേരിടുന്നു. ട്രാവിസ് ഹെഡിന്റെ സെഞ്ചുറി കരുത്തിൽ ഓസീസ് 157 റൺസിന്റെ ലീഡ് നേടിയതിനു ശേഷം ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് വലിയ തകർച്ച നേരിട്ടു. ഇന്ത്യൻ ബാറ്റർമാർ പ്രതീക്ഷ നിറവേറ്റിയില്ല. മത്സരത്തിന്റെ രണ്ടാം ദിനം തുടക്കം മുതൽ ഇന്ത്യൻ ഇന്നിംഗ്സ് തകർന്നടിഞ്ഞു. ഓപ്പണർമാരായ KL രാഹുൽ 7, യശസ്വി ജയ്സ്വാൾ 24 എന്ന സ്കോറിൽ പെട്ടെന്ന് പുറത്തായതോടെ ഇന്ത്യക്ക് വലിയ തിരിച്ചടി നേരിട്ടു. പെർത്തിൽ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയിൽ നിന്ന് ഏവരും വലിയ പ്രതീക്ഷയോടെയായിരുന്നു കാത്തിരുന്നത്. എന്നാൽ മുൻ ക്യാപ്റ്റൻ 21 പന്തുകൾ മാത്രം നീണ്ടുനിന്നു. ഓഫ് സ്റ്റമ്പിന് പുറത്തെ പന്ത് കളിച്ച് അലക്സ് കാരിയുടെ കയ്യിലെത്തി പുറത്താവുകയായിരുന്നു. ഇന്ത്യയുടെ മധ്യനിരയും പരാജയപ്പെട്ടു. കോഹ്ലിയുടെ പുറത്താകൽ ഇന്ത്യൻ ക്യാമ്പിൽ ആശങ്ക വർദ്ധിപ്പിച്ചു. 30 ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയ താരത്തിന്റെ പരാജയം ഇന്ത്യയുടെ വിജയസാധ്യതയെ ബാധിച്ചു. അഡ്ലെയ്ഡ് ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ കോഹ്ലിക്ക് വെറും 7 റൺസ് മാത്രമേ നേടാനായുള്ളൂ. എന്നാൽ അതിലും ദയനീയ പ്രകടനമായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. വെറും 6 റൺസ് നേടി രോഹിത് മടങ്ങി. ഒന്നാം ഇന്നിംഗ്സിൽ 3 റൺസായിരുന്നു സമ്പാദ്യം. ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ച ഓസീസിന് വലിയ ആത്മവിശ്വാസം നൽകി. ഓസീസ് ബൗളർമാർ ഇന്ത്യൻ ബാറ്റർമാരെ നിരന്തരം സമ്മർദ്ദത്തിലാക്കി. ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ച ഈ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയസാധ്യതയെക്കുറിച്ച് ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നുണ്ട്. നിലവിൽ ഇന്ത്യ 128 റൺസിന് 5 വിക്കറ്റിന് ഇന്നത്തെ മത്സരം അവസാനിപ്പിച്ചു. 29 റൺസിന് ഓസ്ട്രേലിയ നേരിയ ലീഡ് തുടരുന്നുണ്ട്. ഋഷഭ് പന്ത്, നിതീഷ് റെഡ്ഡി എന്നിവരാണ് ഇപ്പോൾ ക്രീസിൽ.